ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ രക്ഷിക്കാനായിട്ട് IT സെക്ടർ ഉണ്ടായിരുന്നില്ല. നിഫ്റ്റി ഇന്ന് ഫോളോ ചെയ്തു. സെൻസെക്സ് 569 പോയിന്റ് ഫോളോ ചെയ്തു. നിഫ്റ്റി 24,052 നിഫ്റ്റിയുടെ ക്ലോസ് ഉള്ളത്. ഇന്നത്തെ മാർക്കറ്റ് ഡിവിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ടും ഇറാൻ US വാർ തന്നെയാണ്. അതുണ്ടാക്കുന്ന ആ ഒരു ടെൻഷൻ, ക്രൂഡ് പ്രൈസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്ത് 85 വരെയൊക്കെ ക്രൂഡ് പ്രൈസ് പോയി. ഇതിനെ തുടർന്ന് ഏവിയേഷൻ സെക്ടറും അതല്ലെങ്കിൽ പെയിൻറ് സെക്ടറും ഒരു പരിധിവരെ ഓട്ടോ സെക്ടറും ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ത്യൻ റുപ്പീസ് US ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ബാങ്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ 669 പോയിന്റ് ഇടിഞ്ഞതും നിഫ്റ്റി മാർക്കറ്റ് ഇടിയാനായിട്ട് കാരണമായി. കൂടാതെ നമ്മളുടെ ഇന്നലെ വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ RBI നികർഷിച്ചിട്ടുള്ള പ്രൈസായിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂ ആയിട്ടുള്ള 4% മുകളിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ പോയി. 17 മാസത്തെ ഏറ്റവും ഹയർ പണപ്പെരുപ്പ നിരക്കാണ് ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ഇന്നലെ വന്നിരുന്നത്. ഇന്നും നമുക്ക് വന്നു നമ്മളുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 9.87% ആണ്. ഫുഡ് പ്രൈസും എല്ലാം തന്നെ നമ്മുടെ നാട്ടുകളിലും കാണാം. ചായക്ക് ഉൾപ്പെടെ വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് മാർക്കറ്റ് ഇടിയാനായിട്ടുള്ള ഒരുപാട് റീസൺസ്. ഇനി മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ കല്യാൺ ജ്വല്ലേഴ്സ് റാലി രേഖപ്പെടുത്തി. ലാൻഡ്മാർക്ക് കാറ് ഇന്ന് റാലി രേഖപ്പെടുത്തി. SBI ഫണ്ടിൻ്റെ എല്ലാം തന്നെ IPO ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങാം. US ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. ലോകത്തെല്ലാം തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് US ഇൻഫ്ലേഷൻ കൂൾ ഡൗൺ ആയിട്ടുണ്ട്. 4.2 നിന്ന് 3.5 US ഇൻഫ്ലേഷൻ ഒന്ന് കൂൾ ഡൗൺ ആയി. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും ടോപ്പ് ഗെയിനേഴ്സായിട്ട് ഉള്ളത് എയർടെല്ലാണ്. ന്യൂസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോളോ ഹോസ്പിറ്റൽ, സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി, TCS ഒന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. HCL ടെക്കും, ശ്രീരാം ഫിനാൻസും, HDFC ലൈഫും, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചറും, ഇൻഡിഗോയും ഇടിവ് രേഖപ്പെടുത്തി. ഈ ഒരു ക്രൂഡ് പ്രൈസ് വർദ്ധിച്ചതാണ് ഇൻഡിഗോയുടെ ഇടിവിന് പ്രധാനമായിട്ട് റീസൺ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് തിരിച്ചു കയറി 4028 സ്പോട്ടുള്ളത്. സിൽവറും തിരിച്ചു കയറി 58 ബിറ്റ്കോയിൻ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്രന്റ് ഓയിൽ കാണാം 86 വരെ പോയി. കൂടാതെ ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, എന്നാൽ നാസ്ഡാക്ക് ഫ്യൂച്ചർ 100 പോയിന്റ് അപ്പാണ്. ജപ്പാനും കൊറിയയിലും തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. നെഗറ്റീവിലാണ് ട്രേഡിങ് തുടരുന്നത്. ഇനി പ്രധാന കാര്യം, ഈ മാസം നമുക്ക് 31-ാം തീയതി വരെയുള്ളൂ ITR 1 and 2 അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ കാലാവധി. ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ITR ഫയൽ ചെയ്യണം. ഒരുപാട് കാരണങ്ങളുണ്ട് ഫയൽ ചെയ്യണമെന്ന് പറയാൻ കാരണം. ഒന്നാമത് നമ്മളുടെ ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് ഒരു കാര്യം. ഇനിയിപ്പോൾ കൊടുത്താലുള്ള ബെനിഫിറ്റ് നമുക്കതൊരു ഇൻകം പ്രൂഫാണ്. ട്രാവലിനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം തന്നെ ITR ഫയൽ ചെയ്ത ആ ഒരു അക്നോളജ്മെൻറ്റിൻ്റെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പല നിയമപ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം അതിൽ ഫില്ല് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളുടെ ITR ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യും. ഇനി പല ആളുകളും ചോദിക്കാറുണ്ട് ITR ഫയൽ ചെയ്യാൻ എത്ര ചാർജ് ആവുന്നു. ചാർജ് നമുക്ക് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾ, ട്രേഡ് ചെയ്യുന്ന ആളുകൾ, അതിനൊപ്പം വേറെ ഇൻകം, അങ്ങനെയുള്ള നമ്മളുടെ ആ ഒരു വോളിയം അനുസരിച്ചാണ് ഇതിൻ്റെ ചാർജുകൾ വരുന്നത്. പല ആളുകളും ഇൻകം സോഴ്സ്, മൾട്ടിപ്പിൾ ഡിമാറ്റ് അക്കൗണ്ട്, മൾട്ടിപ്പിൾ ബാങ്ക്, മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ്, ആ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിട്ടുള്ള സ്ഥലം വാങ്ങിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിലേക്ക് നമ്മൾ ഇൻകത്തിലേക്ക് ആഡാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രാൻസാക്ഷൻസിൻ്റെ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഫീസ് പറയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്. ITR എല്ലാ ആളുകളും ഫയൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. ഡൽഹി വെറി RBI ഡൽഹി വെറിയുടെ ഒരു നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് ഇവർ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്രൂവൽ കിട്ടി. ഡെൻ നെറ്റ്വർക്ക് റിസൾട്ട് വന്നിരുന്നു. 54 കോടി രൂപയിൽ നിന്ന് 36 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. IOL കെമിക്കൽ ഇവർക്ക് ചൈനയിൽ നിന്ന് ഇവരുടെ പുതിയ മെഡിസിന് അംഗീകാരം കിട്ടി. ഈസി ട്രിപ്പ് ഇവർ ജക്കാർത്ത ഗവൺമെൻറ്റായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വേദാന്ത ഇവരുടെ അലൂമിനിയം പ്രൊഡക്ഷൻ്റെ എല്ലാം തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താനായിട്ട് തീരുമാനമായി.
ഫാബ്ടെക് കമ്പനി അവർക്ക് 33 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എക്സൈഡ് കമ്പനി ഇവരുടെ ലിഥിയം ബാറ്ററി അത് ടെലികോം കമ്പനീസിനെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കമ്പനി കോൺട്രാക്ട് സൈൻ ചെയ്തു. ലാൻഡ്മാർക്ക് കാറ് BYD എല്ലാം തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലാൻഡ്മാർക്ക് കാറാണ്. BYD ചൈന EV കാറാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ സെയിൽസ് ഗണ്യമായിട്ട് ഉയർന്നു. സ്റ്റോക്കിൽ നിന്ന് 20% റാലി രേഖപ്പെടുത്തി. ഡാംബർ ബയോ കമ്പനി പ്രോഫിറ്റ് ലോസിലുണ്ടായിരുന്ന കമ്പനി ഇത്തവണ 38 കോടി രൂപ പ്രോഫിറ്റിലായിട്ടുണ്ട്. എയർടെൽ കമ്പനി ഒഡീഷയിലെല്ലാം തന്നെ ഇവരുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ്. TCS ന്യൂയോർക്ക് ടെർമിനൽ, ജക്കാർത്തയിലുള്ള ന്യൂയോർക്ക് ടെർമിനലായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. വെൽസ്പൻ കോർപ്പ് കമ്പനിക്ക് 1400 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. നമ്മുടെ ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ, എക്കണോമിക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ട്രേഡ് ചെയ്യാത്ത ആളുകൾക്ക് കൂടി ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും അവർക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചാനൽ അവർക്ക് ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ കൂടിയും എക്കണോമിക് കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ, ആ ഒരു പെർസ്പെക്റ്റീവിൽ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.